ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ആപ്പിൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി റെസിപ്പിയാണ്. അപ്പോൾ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു സ്മൂത്തിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു സ്മൂത്തി എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ ഒരു 2 ഗ്ലാസ്സിനുള്ള സ്മൂത്തിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു വലിയ ആപ്പിളാണ്. ആപ്പിൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 സ്പൂണോളം 2 വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 വലിയ സ്പൂണിൽ ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഓട്സ് നമുക്ക് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. വെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ പാലിലോ കുതിർത്ത് വെച്ചാലും മതി. അപ്പോൾ ഈ ഒരു ഓട്സും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ നട്ട്സായിട്ട് ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നട്ട്സും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മധുരത്തിനായിട്ട് ഈത്തപ്പഴമാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ഈത്തപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈത്തപ്പഴം ബദാമൊക്കെ വെള്ളത്തിലൊന്നിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അടിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈത്തപ്പഴം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒന്നാണ് ചിയാ സീഡ് കേട്ടോ. ചിയാ സീഡ് വണ്ണം കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചിയാ സീഡ് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിയാ സീഡ് അരച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു മിക്സിൻ്റെ കൂടെ തന്നെ അടിച്ചെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ആപ്പിളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ലെവലൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഒത്തിരി തിക്കായിട്ടാണ് ഞാൻ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാവുന്നതാണ്. ഇതൊരു ഗ്ലാസ്സിൽ ഇതിൻ്റെ 1/2 ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വയറ് നിറയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് വണ്ണം കുറക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല മാറ്റം ഉണ്ടായിരിക്കും ഇത് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളിൽ നിന്ന് ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്